ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ടേബിളാണ് കേട്ടോ. ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ ടേബിൾ എപ്പോഴും അവിയൽ ഒഴിച്ച രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളത്. അതേതായാലും അടുക്കിപ്പറിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നീറ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഓരോ സാധനങ്ങളുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ മാർക്കേഴ്സാണ്. ഞാനൊരു ഗിവ് അവേ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫാബ്രിക് പെയിൻ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരെണ്ണം കൂടെ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ക്രാഫ്റ്റിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ബോക്സാണ് കേട്ടോ. അതും കൂടി ഞാനൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ചുകൂടി ഷെയ്ഡ് കൂടുതലുണ്ട്. ഇത് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കളറാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള കളറാണ്. ഇങ്ങനത്തെ ലൈറ്റ് കളറൊക്കെ ഒരു ടൈമിൽ ട്രെൻഡായിരുന്നു. നമ്മുടെ ഡാർക്ക് കളറിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് ഇതിന്. പക്ഷേ നമുക്ക് ഒട്ടുമിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും നമുക്ക് ലൈറ്റ് കളർ ആവശ്യമായി വന്നതുകൊണ്ട് തന്നെ വാങ്ങിക്കുന്നു നോക്കാം. പിന്നെ ഇത് ഓയിൽ പേസ്റ്റ് ആണ് കേട്ടോ. ഈ ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് കുറേ ഡ്രോയിങ്സും പെയിൻറ്റിങ്ങൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു ബുക്ക് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ഓയിൽ പേസ്റ്റ് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇടയ്ക്ക് നമ്മൾ മറ്റേ ഈ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് വില്ലാളി വീരന്മാർ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ഇത് നമ്മൾ ഓയിൽ പേസ്റ്റൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. സംഭവം നിങ്ങൾക്കറിയാലോ, ഇത് ത്രെഡാണ്. ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഒറ്റ ക്രാഫ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റിബണ് വെച്ചിട്ട് ഞാൻ ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഫ്ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ വിചാരിക്കുന്നു. പിന്നെ ക്രാഫ്റ്റ് മാത്രമല്ല നമ്മുടെ ചാനലിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രാഫ്റ്റ് മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വ്യൂസ് അധികമായിട്ട് കിട്ടും തോന്നില്ല. അപ്പം ഞാൻ ചേഞ്ച് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പെയിൻറ്റ് ചെയ്യാനോ എന്തിനാണെന്നുണ്ടെങ്കിലും ഒരു സംഭവം നമുക്ക് ആവശ്യമാണല്ലോ. ഇതും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു, പിന്നെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചു. പിന്നെ ഇത് പെൻസിൽ, നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പല ഷെയ്ഡിലുള്ള പെൻസിൽസാണ്. പിന്നെ അതിൻ്റെ ഇറേസർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കാണിച്ചത്. അപ്പോൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കാണാതിരിക്കരുത് കേട്ടോ. അപ്പം മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടൂൾസ് നമ്മൾ ക്ലേ ഒക്കെ വെച്ചിട്ട് ഓരോ ക്രാഫ്റ്റുകൾ ചെയ്യില്ല. അതായത് നമ്മൾ എന്താണോ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ് കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ ക്ലേ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത്. ഈ ഒരു സംഭവം എനിക്ക് കൂടുതലായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യൂലേ, ആ സമയത്ത് ഇത്
പെയിൻറ് കൊണ്ട് അടിക്കുന്നതിനേക്കാളും നല്ലത് ഇതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് മാർക്കേഴ്സും കളേഴ്സും. ഈ ഒരു വൈറ്റ് പെയിൻറ് നമ്മൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മുടെ ജെന്നയുടെ ക്ലേ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. കാരണം നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതും ക്ലേ ആണ്, ഇതും ക്ലേ ആണ് കേട്ടോ. ഇത് നമ്മുടെ സോയിൽ ക്ലേ ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഐറ്റംസ് ഉണ്ടാക്കിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഉടനെ നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. ഇത് പിന്നെ ഗ്ലൂ ഗണ്ണാണ്, നിങ്ങൾക്കറിയാലോ. ഇതമ്മ, അതതിൻ്റെ കുട്ടി. ഇത്രയും സ്കെയിലൊക്കെ സാധാരണ ഒരു സ്കൂൾ കുട്ടീൻ്റെ അടുത്ത് ഇത്രയും സ്കെയിലൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതില്ലെന്നേ പറയുള്ളൂ. കാരണം അത്രയ്ക്കുണ്ട്. ഇതൊക്കെ ഓരോ വർഷം വാങ്ങിച്ചു വെച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാണാൻ പിന്നെ വാങ്ങിക്കും. പിന്നെ സിസേഴ്സ്. പിന്നെ ഇത് കുറച്ച് ക്ലേ ആട്ടോ. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ക്ലേ ആയതുകൊണ്ട് യൂസ് ആക്കാതെ അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ കോമ്പസ്, പിന്നെ ആ ഒരു സംഭവം കണ്ടില്ലേ, അത് ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലുള്ളതാണ്. അത് അറിയാതെ വാങ്ങിച്ച സംഭവമാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഉപകാരമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ ഇത് നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ്. ഇത് വെച്ചിട്ട് ഞാൻ ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ് ഉണ്ടാക്കിയില്ല, അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിൽ സ്റ്റിക്കർ ഇട്ട് വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ മാസ്കിങ് ടാപ്പ്, സെല്ലോ ടാപ്പ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഇതൊക്കെ നമുക്ക് വേണമല്ലോ. ആ സംഭവം എൻ്റെ കയ്യിൽ തീർന്നു കേട്ടോ. പിന്നെ ഇത് സ്റ്റിക്ക്, ഗ്ലൂ സ്റ്റിക്ക്. പിന്നെ ഇത് നമ്മുടെ A4 ഷീറ്റ്, പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും, പിന്നെ ഞാൻ കാണിക്കുന്നത് കളർ പേപ്പറും. അത് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇത് ഗോൾഡൻ ഷീറ്റാണ് കേട്ടോ. ഗോൾഡൻ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ജേർണലിങ് ചെയ്യാനുള്ള ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കളർ പേപ്പർ. പിന്നെ ഇത് മിറേഴ്സാണ്. ഞാനിപ്പോൾ ലിപ്പാനകത്തൊക്കെ ചെയ്തില്ല, ആ ഒരു ആർട്ടൊക്കെ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതായത് മോൾഡിറ്റ് ക്ലേയും ഇങ്ങനത്തെ മിററൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലിപ്പാനകത്ത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോസിന് നല്ല രീതിക്ക് തന്നെ ഉള്ളൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. കാരണം നൈറ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം കാണുന്നവർ ക്ഷമിക്കുക കേട്ടോ. ഇത് പിന്നെ റൈസ് ലൈറ്റാണ്. നമ്മൾ ഒട്ടുമിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും റൈസ് ലൈറ്റ് വെച്ചിട്ട് ഓരോ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ചെൻ്റെ കയ്യിലുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. ഗ്ലാസ് ഐറ്റംസ്. ഈ ഗ്ലാസിൻ്റെ സംഭവമൊക്കെ കണ്ടില്ലേ, അത് നമ്മുടെ സ്പേൻ്റെ ബോട്ടിലാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കളറൊന്നും ചെയ്യാതെ അങ്ങനെ വെച്ചേക്കാണ്. ഇത് നമ്മുടെ ഫാബ്രിക് കളർ, അതിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് സെക്ഷനിലൂടെ പറയുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.